Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിൻ്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ്, വോളിയം 7 കാര്യമാണ്. ഇതിൽ ശ്രീല പ്രഭുപാദ് ജർമ്മനിയിലുണ്ടായിരുന്ന സമയത്താണ്. അപ്പം അവിടെ ആയിരുന്നപ്പോഴും പ്രഭുപാദ് എൻ്റെ റുട്ടീൻ മുടക്കത്തില്ലായിരുന്നു, മോർണിംഗ് വാക്കിന് പോകുമായിരുന്നു. അപ്പം പ്രഭുപാദിൻ്റെ കൂടെ ചില സന്ദർഭത്തിൽ ശിവാനന്ദ പ്രഭു ഉണ്ടാവും, ചില സന്ദർഭത്തിൽ ശിവാനന്ദ പ്രഭുവും കൃഷ്ണദാസ് പ്രഭു ഉണ്ടാവും. ഇവർ രണ്ടുപേരുമാണ് അവിടുത്തെ മെയിനായിട്ട് ജർമ്മനിയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ഡിവോട്ടീസ്. അപ്പം കൃഷ്ണദാസ് പ്രഭു ഉള്ള സമയത്ത് പ്രഭുപാദ് ഇങ്ങനെ ഹാർബറിലൂടെ നടക്കുന്ന സമയത്ത് അവിടെ ഈ വലിയ കപ്പലുകളൊക്കെ നിർമ്മിക്കുന്ന സ്ഥലമാണ്. അതിലൂടെയാണ് പ്രഭുപാദ് മോർണിംഗ് വാക്ക് പോകുന്നത്. അപ്പോൾ പ്രഭുപാദ് എപ്പോഴും ഈ വലിയ വലിയ ക്രെയിനുകളൊക്കെ കാണുമ്പം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ കൃഷ്ണദാസ് പ്രഭു അതിനെല്ലാം ഉത്തരം നൽകും. പ്രഭുപാദിന്റെ ശിഷ്യനാണ് കൃഷ്ണദാസ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉത്തരം പറയും. പിന്നെ എപ്പോഴും ഇവിടുത്തെ പോപ്പുലേഷൻ എത്രയാ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേന് ഇമ്മീഡിയറ്റ്ലി കൃഷ്ണദാസ് പ്രഭു അതിനെല്ലാം അദ്ദേഹത്തിന് ഉത്തരങ്ങളുണ്ട്, കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ പ്രഭുപാദിന് പറയും. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭൗതികപരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനെല്ലാം കറക്റ്റായിട്ട് ഉത്തരം തരുമ്പോഴത്തേന് പ്രഭുപാദ് അദ്ദേഹത്തിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ, സ്റ്റാറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് കൃഷ്ണദാസ് പ്രഭുവിനെ വിളിക്കുന്നത്. അപ്പം ഒരു വട്ടം ഇങ്ങനെ പ്രഭുപാദും ശിവാനന്ദ പ്രഭുവും കൃഷ്ണദാസ് പ്രഭുവും കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ക്രെയിനിനെ കുറിച്ച് ഇങ്ങനെ പ്രഭുപാദ് ചോദിച്ചു. അപ്പം കൃഷ്ണദാസ് പ്രഭു അതിനെല്ലാം ഉത്തരം പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് നിന്നിട്ട് തിരിച്ച് ശിവാനന്ദ പ്രഭുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊക്കെ എൻ്റെ ശിഷ്യന്മാരാണ്, ഞാൻ നിങ്ങളുടെയൊക്കെ ആധ്യാത്മിക ഗുരുവാണ്, ഞാൻ നിങ്ങളെല്ലാം തിരിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുപോകും എന്ന് വെച്ച് എനിക്ക് നിങ്ങളിൽ നിന്ന് ചോദിച്ചറിയേണ്ട ആവശ്യമില്ല എന്ന് അർത്ഥം വരുന്നില്ല. അതായത് ചോദിച്ചു മനസ്സിലാക്കും എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പോൾ സത്സ്വരൂപ മഹാരാജ് ആ ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് അദ്ദേഹത്തിന് തന്റെ സാക്ഷാത്കാരം പറഞ്ഞു തരികയാണ്. പലപ്പോഴും നമ്മൾ ആധ്യാത്മിക ഗുരുവിനെ ചിന്തിക്കുമ്പോഴത്തേന് അദ്ദേഹത്തിന് ഭൗതിക തലത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസിന്റെയും പൂർണ്ണ ജ്ഞാനം ഉണ്ടാകും എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവും. പക്ഷെ അത് വേണം എന്നില്ല. ഒരു നിർവ്യാജനായ ആധ്യാത്മിക ഗുരുവിന് ഭഗവാന്റെ ഇംഗിതം എന്തെന്ന് മനസ്സിലാക്കുകയും നമ്മൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെയും തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിർവ്യാജനായ ആധ്യാത്മിക ഗുരു ആയിരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ. അത് മസ്റ്റല്ല. ഈ ഓരോരോ ഭൗതികമായ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് അദ്ദേഹം അറിഞ്ഞിരിക്കണം എന്ന്, ഇതിന്റെ ഒരു മാനദണ്ഡമല്ല എന്നുള്ള കാര്യം പ്രഭുപാദ് ആ ശിഷ്യന്മാർക്ക് അവിടെ വെച്ച് മനസ്സിലാക്കി കൊടുത്തു എന്ന് സരസ്വതി മഹാരാജ് പറഞ്ഞു.